ഇറച്ചിയൊക്കെ ഇതിൻ്റെ പുറകെ നിൽക്കിയത്. ഇത് ആ ചൂടെല്ലാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം അതിനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് മെഴുക് പ്രത്യേകമാക്കണം. അതിൻ്റെ മാംസം പ്രത്യേകമാക്കണം. ഈ മാംസത്തിനാണ് നമ്മൾ കല്ലിൽ ഇടിയല്ലുണ്ടെങ്കിൽ ഇടിയല്ലിലാണെങ്കിൽ നല്ല വെയിറ്റുള്ള ഇടിയല്ലാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ആ ഇടിയല്ലാണ് എടുത്ത് വെച്ച് അതിനകത്ത് വെച്ച് ഓരോന്നായിട്ട് എടുത്തിട്ട് ചതച്ചെടുക്കണം. ആ ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ കൂട്ടുകളെല്ലാം ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. തേങ്ങ വേണം, തേങ്ങ, മല്ലി, മുളക്, ലേശം പുളി വേണം, പിന്നീട് ചെറിയ ഉള്ളി വേണം, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ആവശ്യമുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ്, ഉലുവ ചേർക്കണ്ട, ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ ശംഖ് കൂട്ടുകറി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ മസാല ഒക്കെ ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് കൂട്ടുകറി എന്നാണ് പറയുന്നത്. ശംഖ് കൂട്ടുകറി ഇതേപോലെ തയ്യാറാക്കണം.